ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി 2 പത്രോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്ന് നാം ഇവിടെ വായിക്കുന്നു. ഈ വാക്യത്തിൻ്റെ സാരാംശം ദൈവിക സത്യങ്ങൾ എന്നാകുന്നു. ധനവാനും ലാസറും എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രധാന സംഭവം നമുക്ക് തിരുവചനത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. മനുഷ്യന് നിയോഗിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഒരു നിർണയമാണ് ശാരീരിക മരണം. ജനിച്ച സകല മനുഷ്യരും മരിച്ചേ മതിയാകൂ. എന്നാൽ ശാരീരിക മരണത്താൽ മനുഷ്യൻ്റെ അസ്തിത്വത്തിന് വിരാമമുണ്ടാകുന്നില്ല. ശാരീരിക മരണത്താൽ അവൻ ഇല്ലായ്മയാകുന്നില്ല. മരണത്തിന് ശേഷവും വേറൊരു മണ്ഡലത്തിൽ അവൻ ജീവിക്കുന്നു. അങ്ങനെ മനുഷ്യൻ ഒരു നിത്യതയിലും ജീവിക്കുവാൻ കർത്താവ് തന്നെ അതിൻ്റെ ആലോചന അറിയിക്കുന്നുണ്ടല്ലോ. സ്വർഗവും നരകവും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട യഥാർത്ഥമായ 2 സ്ഥലങ്ങളാണെന്നുള്ള വസ്തുത കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നു. ജീവിക്കുന്ന ദൈവത്തിൽ നിന്നും പാപമോചനം പ്രാപിച്ച ദൈവത്തോട് നിരപ്പും സമാധാനവും പ്രാപിച്ച പാപി തൻ്റെ മരണാനന്തര ജീവിതത്തിൽ സ്വർഗാനുഭൂതി അനുഭവിച്ചുകൊണ്ട് സ്വർഗത്തിലും ദൈവത്തോട് മത്സരിച്ച് ദൈവത്തിന് ശത്രുവായി മരണപ്പെടുന്ന പാപി തൻ്റെ മരണാനന്തര ജീവിതത്തിൽ കൊടും ദുരിതവും പീഡനവും അനുഭവിച്ചുകൊണ്ട് നരകത്തിലും തുടരുന്ന എന്ന വസ്തുത കർത്താവ് നമുക്ക് ബോധ്യമാക്കി തരും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോരോ പാപിയും ശാരീരിക മരണം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ മാനസാന്തരപ്പെട്ട ദൈവത്തിൽ നിന്നും പാപമോചനം പ്രാപിക്കേണ്ട ആവശ്യകതയും കർത്താവ് ഊന്നി പറയുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ആരും നരകാഗ്നിയിൽ വീണ് നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് ഇവിടെ നമ്മൾ തിരുവചനത്തിൽ വായിച്ചത്. ദൈവത്തിൻ്റെ ആഗ്രഹം സകല മനുഷ്യരും മാനസാന്തരപ്പെട്ട് ജീവരക്ഷ പ്രാപിക്കണമെന്നാണല്ലോ. അതാണല്ലോ വിശുദ്ധ തിരുവെഴുത്തുകളിൽ നാം ഇപ്രകാരം വായിക്കുന്നത്. അതുകൊണ്ടാണ് തിരുവചനം നമ്മൾ വായിച്ചത്, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം, അതായത് തൻ്റെ മടങ്ങി വരവിനെക്കുറിച്ചുള്ള വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അപ്പോൾ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ കർത്താവ് ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഇവിടെ നാം വായിച്ചത്. ഓർക്കുക, സകല പാപികളെയും ശിക്ഷിക്കുന്ന ദൈവത്തിൻ്റെ അന്തിമ ന്യായവിധി സംഭവിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനോടൊപ്പമായിരിക്കുമല്ലോ. അത് സംബന്ധിച്ച് വിശുദ്ധ തിരുവെഴുത്തുകൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ 17-ാം അധ്യായം അതിൻ്റെ 30-31 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. അപ്പോൾ താൻ നിയമിച്ച പുരുഷൻ യേശുക്രിസ്തുവാണല്ലോ. താൻ നിയമിച്ച പുരുഷൻ എന്ന ദൈവത്തിൻ്റെ സംബോധന മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ കർത്താവ് ഒരു ദിവസത്തെ നിശ്ചയിച്ചു. കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. അപ്പോൾ തിരുവെഴുത്തുകളിൽ കാണുന്ന പ്രകാരം ഉള്ളതായ യേശു ക്രിസ്തുവിൻ്റെ 3-ാം ദിവസത്തെ ഉയർത്തെഴുന്നേൽപ്പ്, താൻ മടങ്ങി വരുമെന്നുള്ള അതിൻ്റെയും താൻ മുഖാന്തരം സകല ജാതികളെയും ന്യായം വിധിക്കും എന്നുള്ളതിൻ്റെ ഉറപ്പാണല്ലോ. ആ ഉറപ്പ് എന്നാണ് നമുക്ക് അത് നിവർത്തീകരിക്കപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ആ സമയം ദൈവത്തിന് മാത്രം അറിയാവുന്ന സമയം. ആകയാൽ നമുക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ വാഗ്ദത്തങ്ങൾ അനവധിയുള്ളത് കൊണ്ട്, എന്താണ് വാഗ്ദത്തം? യേശു മടങ്ങി വരുമെന്നുള്ള വാഗ്ദത്തം. അതാണ് ചിലർ താമസം എന്ന് വിചാരിക്കുന്നു. കർത്താവ് എന്നാ വരുന്നത്? എന്നാൽ കർത്താവ് പറയുന്നു, താമസം എന്ന് വിചാരിക്കുന്നത് പോലെ
കർത്താവിൻ്റെ വരവ് താമസിക്കുന്നില്ല. വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അന്ത്യനാഴിക എത്തിയിരിക്കുന്നു. കാഹളം ധ്വനിക്കാൻ സമയമായിരിക്കുന്നു. ആകയാൽ നമുക്കൊരുങ്ങാം പ്രിയരെ. നമ്മുടെ കർത്താവ് വരും, നമ്മളെ ചേർക്കും. നമ്മൾ പാപവഴി വിട്ട്, ലോകവഴി വിട്ട്, മാനസാന്തരപ്പെട്ട്, രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവത്തോടൊപ്പം ജീവിക്കുന്ന നമുക്ക് വേണ്ടി കർത്താവ് ഇതാ വരുന്നു. ആ വരവിൽ ഒരുങ്ങാം. എടുക്കപ്പെടേണ്ടതിനായി സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് ഈ തിരുവചനം അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. തിരുനാമത്തെ മഹത്വപ്പെടുത്തിക്കോണേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.